ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് LP UPയുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് എന്നുള്ള ഓർത്തിരിക്കുക. അത് നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ വരുന്ന LP UP അസിസ്റ്റന്റ് പരീക്ഷയിലേക്ക് നമ്മളെ സഹായിക്കും. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? വിവിധ തരത്തിലുള്ള ബുദ്ധികളെ കുറിച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കുക. നോട്ട്സ് എടുത്ത് സംശയം ഉണ്ടെങ്കിൽ നോട്ട്സ് എടുത്ത് ഒന്നുകൂടെ റെഫർ ചെയ്യുക. ഒരു റിവിഷന് വേണ്ടി ഒന്ന് നോക്കിക്കൊള്ളുക. ഏതൊക്കെയാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി, യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ഇങ്ങനെ തൽക്കാലം ഇവിടെ 4 ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ആയിട്ട് വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി, അതേപോലെ തന്നെ യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി. 7 തരത്തിലുള്ള ബുദ്ധികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അല്ലെ? വീക്ക്നെസ്സും സ്ട്രെങ്തും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പിന്നെ കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ആന്തരിക വൈയക്തിക ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും എന്നിട്ട് പരമാവധി ഉയർത്തുവാനും കഴിയുന്നത് എന്ന് പറയുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഓപ്ഷൻ എ ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അടുത്തൊരു ചോദ്യം. ഒരു ആശയത്തിന്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുക? ഒരു ആശയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുക. ഒറ്റ ക്ലാസ്സിലെല്ലാം കൂടെ പഠിപ്പിക്കാനാകത്തില്ല, പല ക്ലാസ്സുകളിലായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ട്. അങ്ങനെ പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതിയുണ്ട്. ഏത് പേരിലാണ് ആ രീതി അറിയുന്നത്? ഒന്ന് ഉദ്ഗ്രഥിത രീതിയാണോ, ചാക്രിക രീതിയാണോ, വിഷയാധിഷ്ഠിത രീതിയാണോ, രേഖീയ രീതിയാണോ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിവിധ തലങ്ങൾ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു. അത് താഴത്തെ ക്ലാസ്സുകളിൽ കുറെ കൂടെ കാഠിന്യം കുറഞ്ഞത്, അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ കാഠിന്യം കൂടിയത്, അങ്ങനെ ഗ്രഡേഷൻ അനുസരിച്ച് പഠിപ്പിക്കുന്ന രീതിക്ക് പറയുന്നതാണോ ഉദ്ഗ്രഥിത രീതി എന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, 1-2 ക്ലാസ്സുകളിൽ ഇന്റഗ്രേഷനാ. മലയാളമൊന്നും പരിസര പഠനമൊന്നും അല്ലെ, സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഇല്ല. കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് ഉദ്ഗ്രഥിത രീതി എന്ന്. അതാണോ ഇപ്പൊ പറഞ്ഞത്? അല്ല. 2 ചാക്രിക രീതി. യെസ്, അതാണ് ആൻസർ. ചാക്രിക രീതി. അവരെ സൈക്ലിക്കായിട്ട് ചാക്രികമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. താഴത്തെ ക്ലാസ്സുകളിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ വളരെ സിമ്പിളായിട്ടുള്ളത്, അതിനേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ട്, അതിനേക്കാൾ ടഫായിട്ട്, അങ്ങനെ ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ചാക്രിക രീതി. ഓപ്ഷൻ ബി ആണ് ആൻസർ, ചാക്രിക രീതി. വിഷയാധിഷ്ഠിത രീതി എന്ന് പറയുന്നത് വിഷയത്തെ അടിസ്ഥാനമാക്കി, അതല്ല. രേഖീയ രീതി അതുമല്ല. അപ്പൊ ആൻസർ ബി ആണ്, ചാക്രിക രീതി. ഓക്കെ, മൂന്നാമതൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? എന്താണ്? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ജ്ഞാനം, അൽഗോരിതം, ആശയം, ബുദ്ധി. ഓപ്ഷൻ എ ആണ് ആൻസർ, ജ്ഞാനം. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ നമുക്ക് ജ്ഞാനം എന്നാണ് വിശേഷിപ്പിക്കുക. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പുരോഗമനപരമായിരിക്കണം, അതേപോലെ തന്നെ ജനാധിപത്യപരമായിരിക്കണം. അങ്ങനെ പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടാക്കുക. ഇതാണോ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ? ആൺകുട്ടികൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി, പെൺകുട്ടികൾക്ക് പാഠ്യപദ്ധതി പ്രത്യേകം.
ഒരിക്കലും അതല്ല. അപ്പൊ അത് ശരിയായ ഒരു ഓപ്ഷൻ അല്ല. 2, ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കാതിരിക്കുക. അത് ശരി. ക്രീമി ലെയർ എന്താണ്? ബുദ്ധിപരമായി ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ അത് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ്സിലേക്ക് മാറ്റുന്നു. നീ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെല്ലാം മറ്റൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണോ ഒരു സാധാരണ ക്ലാസ്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. അങ്ങനെ പ്രത്യേകമായിട്ട് ക്രീമുകളായിട്ട് വേർതിരിച്ചല്ല അവിടെ മുഴുവൻ കുട്ടികളെയും കൂടെ ബുദ്ധിപരമായി ഉയർന്ന നിലവാരത്തിലുള്ളതും ബുദ്ധിപരമായി താഴ്ന്ന നിലവാരത്തിലുള്ള കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇടകലർന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാണ് ജനാധിപത്യവും പുരോഗമനപരമായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുമല്ല. 3, വളരെ സമ്പുഷ്ടവുമായതും അയവുള്ളതുമായിരിക്കണം. നമ്മുടെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ കരിക്കുലം നോക്കുമ്പോൾ വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കണം. അയവ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വഴങ്ങുന്ന രീതിയിൽ നമുക്ക് ഒരു പക്ഷേ ആ പാഠ്യപദ്ധതിയെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ചെറിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. ആ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ അവൻ്റെ പ്രായമനുസരിച്ച് അവന് 6ാം ക്ലാസ്സിലേക്ക് എത്തി. ഒരു പക്ഷേ അവൻ്റെ IQ അനുസരിച്ച് 6ാം ക്ലാസ്സിൽ എത്താൻ സാധ്യതയില്ല. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ കുട്ടി ജയിച്ചാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ 6ാം ക്ലാസ്സിലിരിക്കുന്നെങ്കിൽ അവൻ്റെ IQ ഒരു പക്ഷേ 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ ലെവലേ കാണൂ. അങ്ങനെയാണെങ്കിൽ 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ അതേ ലെവലിലുള്ള ചോദ്യങ്ങളാണോ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? അല്ല, ആ കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പാഠഭാഗങ്ങളെ അഡാപ്റ്റ് ചെയ്യണം. അതാണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അയവുള്ളതായിരിക്കണം. അപ്പോൾ വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കണം നമ്മുടെ ഈ കരിക്കുലം. അപ്പോഴാണ് ജനാധിപത്യപരമായിട്ടാകുന്നത്, എല്ലാ കുട്ടികളെയും പരിഗണിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കണം. തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് വലിയ അമിതമായിട്ടുള്ള പ്രാധാന്യം വേണ്ട. പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ശേഷികൾ നേടുക എന്നുള്ളതാണ്. ശേഷികൾ നേടിയോ എന്നുള്ളതിൻ്റെ പരിശോധന മാത്രമാണ് അവിടെ പരീക്ഷ. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നതിന് മാത്രം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമുള്ള പഠനമല്ല ജനാധിപത്യമായിട്ടുള്ള ഗുണനിലവാരമുള്ള ഒരു പഠനം. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 5ാമതൊരു ചോദ്യം. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? നമുക്കറിയാം പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അതായത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ, ആ ഭിന്നശേഷി കുട്ടികൾ വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. ആ വ്യത്യസ്ത കാറ്റഗറികളിൽ ഒരു കാറ്റഗറിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ആ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന കുട്ടി എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? സാമൂഹിക സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുകയാണോ ആ കുട്ടിയുടെ പ്രശ്നം? അല്ല. ശരീരഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾ എന്തെങ്കിലും ലോക്കോമോട്ടോർ പ്രശ്നമാണോ? അല്ല. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അതല്ല. കേൾവിക്കും സംസാരത്തിനും എന്തെങ്കിലും പ്രശ്നമാണോ? കേൾവി സംസാരം ഇത് രണ്ടോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. കേൾവി സംസാരവുമായി ബന്ധപ്പെട്ടതാണോ ഡിസ്ലെക്സിയ? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നമാണോ? ഡിസ്ലെക്സിയ എന്ന് പറയുന്നതാണ് ഭാഷ ശരിയായി ഉപയോഗിക്കാൻ ഒക്കാത്ത പരിമിതിയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. അപ്പോൾ എഴുതാനായിട്ടും വായിക്കുവാനായിട്ടും ഒക്കെ അവിടെ പ്രയാസം വരുന്നത്, അല്ലെങ്കിൽ ഭാഷ ശരിയായി ഉപയോഗിക്കുവാനായിട്ട് പ്രയാസമുള്ള കുട്ടികളായിരിക്കും ഡിസ്ലെക്സിയ എന്നറിയപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നന്നായി പഠിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് ഇത് നമ്മളെ സഹായിക്കും. നന്ദി, നമസ്കാരം.